പാട്ടിന്ന് എങ്ങനെയാണ് പണ്ട് മുതലേ അഭിനയം ഒരു സ്വപ്നമായിരുന്നോ? ആക്ച്വലി അല്ല എന്ന് വെച്ചാല് ഞാൻ സിനിമയിലോ പാട്ടിൽ പോലും ഞാൻ വരേണ്ട ഒരാളല്ല ആക്ച്വലി. പിന്നെ എല്ലാം അറിയാം. ഞാൻ ഇത് പറഞ്ഞത് ഇവർക്ക് ഇങ്ങനെ സാധനം തരണ്ടിട്ടാണ്. മനസ്സിലായി. അറിയപ്പെടാത്തൊരു റാപ്പർ, അതാ പ്രശസ്തനല്ലാത്തൊരു റാപ്പർ. അപ്പോ പാട്ടിലൊക്കെ വരുന്നൊക്കെ ഞാൻ 12th വരെ ഞാൻ മൈക്കൊന്നും തൊട്ടിട്ടില്ല ആക്ച്വലി. സ്കൂളിൽ നിന്നൊന്നും ഞാൻ പാട്ടൊന്നും പാടില്ല. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു അമീൻ ഞാനിവിടെ അടുത്തൊരു ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അമീൻ ഇനി പറഞ്ഞ ഞാൻ ചെയ്യൂല. അമീനെ കൊണ്ട് പാടിപ്പിക്കുന്നില്ല, ഞാനാ പാടുന്നത്. വലിയ ആഗ്രഹമാണ് പാടാനൊക്കെ. നല്ലതായിട്ട് പാടും. പക്ഷെ അടുത്ത പാട്ട് സിനിമയിലൊന്നും പാട്ട് കൊടുക്കണ്ട. അപ്പൊ ഈ സിനിമയിലേക്ക് വരാൻ ഞാൻ മനസ്സോട് പോലും ആലോചിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള മൈൻഡ് ഉണ്ട്. അതിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കോണ്ടന്റ് ഇട്ടിട്ടാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഞാനൊരു റാപ്പ് എഴുതി ഞാൻ റാപ്പ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ മലയാളം റാപ്പ് ഞാൻ കുറെ കേൾക്കും. അപ്പൊ ഞാൻ തിരുമാലിന്റെ ഒക്കെ റാപ്പ് ഇങ്ങനെ കേട്ട് പഠിച്ചിട്ട് ഞാൻ പാടലായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ആലോചിച്ച് എനിക്കെന്തോ ഒരു സാധനം ചെയ്തുകൂടെ എന്നുള്ള രീതിക്കാണ് ഞാൻ എഴുതിയത്. എഴുതി ആ സാധനം ഹിറ്റായി. കാരണം അതുവരെ നമ്മള് അങ്ങനത്തെ ലൈനുകളും കേട്ടിട്ടില്ല. ആ മ്യൂസിക്കും പഠിക്കണ വലിയ സ്ഥലത്താണ് കേട്ടപ്പോ നമ്മുടെ ഇപ്പോഴും നമ്മുടെ പ്ലേലിസ്റ്റിൽ ഫോണുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന് ബി ഇപ്പോഴും ട്രെൻഡിങ് ആണ്. അപ്പൊ അതിന് വലിയൊരു കയ്യടി. ഇതിന് മുന്നേ ഇവന്റെ വീഡിയോസിൽ ഇട്ടപ്പോഴാണ് കുറച്ചുകൂടെ റീച്ച് കിട്ടിയെന്നൊക്കെ ഇവ പറയുന്നു. എനിക്കറിയില്ല. പിന്നെ അതിനുശേഷം ഇപ്പൊ ഡൽഹി ബോംബെ കൽപ്പറ്റ എന്ന് പറഞ്ഞ സോങ് ഉണ്ട്. അതും കുറച്ചുകൂടെ നല്ല ആയിട്ട് കേൾക്കേണ്ട ആൾക്കാർ എന്നതൊക്കെ സന്തോഷം. എന്നെ ആൾക്കാർ ഇവനേതാന്ന് ചോദിക്കുന്ന ഓരോരുത്തർ പറയാറ് ഞാനൊരു പാട്ടുകാരനാണ്. അപ്പൊ ഡെർബിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഡെർബിയിലേക്ക് എത്തുന്നത് ഫായിസ് എന്ന് പറഞ്ഞ ഓൻ എന്നെ കാസ്റ്റ് ചെയ്തതാണ്. നമ്മളെ ഫ്രണ്ട് ഓൻ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അവരും സിനിമയിലുണ്ട്, ഈ സിനിമയിലുണ്ട്. അപ്പോ ഇവനാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോ അമീനെ മറ്റേത് പറഞ്ഞു കൊടുക്കുക. എന്നെ കാസ്റ്റിംഗ് ഉള്ള ഒരു സാധനം ഇല്ലായിരുന്നു. ഒരുപാട് പേര് വേണ്ടെന്ന് പറഞ്ഞു. പടം കഴിഞ്ഞപ്പോ നമുക്ക് തോന്നിയത് ഇനി മാറ്റി പറ. അല്ലേ ആൾക്കാർ അങ്ങനെ തന്നെയാന്ന് വിചാരിക്കും. ഇല്ല നല്ല ആർട്ടിസ്റ്റ്. ആദ്യമൊക്കെ ഫസ്റ്റ് ക്യാമറയിലൊക്കെ വന്നപ്പോ കുറച്ച് ടേക്കൊക്കെ പോയി, പിന്നെ സിങ്കായി. വളരെ അടിപൊളിയായിരുന്നു സിനിമയിൽ. ഞാൻ ലൈക്ക് എനിക്കൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം റൈഫൽ ക്ലബ് എന്ന ആഷിക്കയുടെ പടം. അതിൽ ഞാൻ ഫസ്റ്റ് ഒരു വള്ളി പിടിക്കുന്നത് ഞാനായിരുന്നു. അതിലാണ് എന്റെ ആക്ച്വലി ഫസ്റ്റ് പടം ആഷിക്കടയാണ്. സെക്കൻഡാണ് ഷൈൽ ഖാന്റെ അടുത്ത് വന്നത്. പക്ഷെ ഇത് ത്രൂ ഔട്ട് പടമായതുകൊണ്ടും ഇവരൊക്കെ ഉള്ളതുകൊണ്ടും ഐ എം വെരി ഹാപ്പി ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റിയതില്. ചുമ്മാ ഇവൻ ഇവിടെ വന്നിട്ട് ഞാൻ പരിചയപ്പെടണം. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് പടത്തിൽ ഞാൻ കാര്യം പറയട്ടെ. ഫസ്റ്റ് പടം തുടങ്ങുമ്പോ എനിക്ക് ഇവരൊന്നും ഇഷ്ടമല്ലേനു. ഇവരൊക്കെ സ്വഭാവം എന്റെ പൊന്നൊന്നും പറയണ്ട. പിന്നെ അറിയാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അറിയാം. അമീനെ എനിക്കറിയായിരുന്നു, ഋഷിനെ ഇവിടെ വന്നിട്ട്, ബാക്കി എല്ലാവരെയും ഇവിടെ വന്നിട്ടാ പിന്നെയാണ് പരിചയപ്പെട്ടത്. പിന്നെ ഇപ്പൊ പോക്കില്ല, എല്ലാവരും ഒരുമിച്ചിട്ട്. ഇപ്പൊ ശരിക്കും ഒരു കോളേജ് ക്യാമ്പസ് സ്റ്റോറി ഒക്കെ ചെയ്തതിനു ശേഷം നിങ്ങൾ ശരിക്കും ഒരു കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയ പോലെ ഒരു ഫീൽ ഉണ്ടോ? നിങ്ങൾ അത്രയും ക്ലോസ് ആയില്ലേ, ഒരുമിച്ച് ട്രാവൽ ഒരേപോലെ അല്ലേ? അതെ, ലാസ്റ്റ് ദിവസം ഷൂട്ട് വരുന്നതിനകത്ത് നമ്മള് ഒരു വീട്ടിലാണ് താമസിച്ചത്. ലാസ്റ്റ് ദിവസം എല്ലാവരും കരച്ചില്ല. എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു പിരിഞ്ഞു പോകാൻ. നിങ്ങൾ തമാശ പറയുന്നല്ലോ, റിയൽ കരച്ചില്. എല്ലാരും ഇവരൊക്കെ വാ പൊളന്ന് കാര്യം. ഇല്ല ജോൺ ചേട്ടൻ ഇല്ല. ജോൺ ചേട്ടൻ റൈറ്റ് പോയിണ്ടായിരുന്നു മുമ്പേ. ജോണി ചേട്ടന്റെ കൂടെയുള്ള സീനുകളൊക്കെ എങ്ങനെയായിരുന്നു? അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ടെൻഷൻ ആയിരുന്നോ? ഇല്ല, കംഫർട്ടബിൾ ആയിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ജോർജ് ചേട്ടൻ അടിപൊളിയായിരുന്നു. നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരും. തെറ്റിച്ചാലും പ്രശ്നമില്ല, പ്രശ്നമില്ല. അടുത്തെടുത്ത് ഈ യങ്സ്റ്റേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഒരു എനർജി മൊത്തത്തിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൗണ്ടറടി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചേട്ടന്റെ കുട്ടിക്കാലവും ചേട്ടന്റെ ഫ്രണ്ട്സ് സർക്കിളൊക്കെയാണ് ഓർക്കാറ്. ഞാൻ ഇത്ര മനസ്സിലുണ്ടത്. നല്ല കുട്ടി പേരെ എനിക്ക് എന്റെ കൂട്ടുകാർക്കും ഉണ്ടായിരുന്നു. ഇത്ര കച്ചറകളായിട്ടില്ല. അത് കുറെ ഉറപ്പായിരുന്നു. അതെ, അപ്പൊ ഞാൻ ഓർത്തിട്ടുണ്ട് ഞാനൊക്കെ എത്രയോ നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ദൗത്യം ഏറ്റെടുത്തോ തീർന്ന് പോരണ്ടായിരുന്നു. എങ്ങനെയാലും കുടുങ്ങിയിട്ട് തീർത്തിട്ട് എങ്ങനെയാലും പോയാൽ പോയി.